DP5 മനോഹരമായ ക്വസ്റ്റ്യൻ. ഓക്കെ, യെസ്. അപ്പോൾ നമുക്ക് ആദ്യം ഇതെന്താന്ന് മനസ്സിലാക്കണം അല്ലേ? ലെങ്ത്ത്, വിഡ്ത്ത്, പിന്നെ മറ്റേതെന്താ തിക്നെസ്. ഓക്കെ അല്ലേ? അതാണ് സംഭവം. ഒരു ടെയിലിൻ്റെ ഇത് പറയാം, എഴുതി വെച്ചോ. 1/2 m എന്നില്ലേ? അത് ഡിനോട്ട് ബൈ ഏതാ? ലെങ്ത്. എഴുതാം, ലെങ്ത്. 1/4 ഇല്ലേ? അതേതാ? വിഡ്ത്ത്. വിഡ്ത്ത് ഒരു ടൈലിൻ്റെ കണക്കാ പറഞ്ഞടാ. പിന്നെ മറ്റേതാണ്? ഹൈറ്റ് എന്നോ അല്ലെങ്കിൽ എന്ത് പറയാം? തിക്നെസ് അല്ലേ? അങ്ങനെ പറയണല്ലേ, തിക്നെസ്. ഓക്കെ അല്ലേ? വലിയ ഇതാവണ്ടത്, ശ്രദ്ധിച്ചോ. ഇത്രേ ഉള്ളൂ. ഇത് വരച്ചു വെക്കുക എന്നുള്ളതാണ് ഇവിടുത്തെ മെയിൻ നോളജ്. ഓക്കെ, ഇതിലെ ഇതുണ്ടല്ലോ, ഈ കട്ടി ആണ് തിക്നെസ് എന്ന് പറഞ്ഞു. അതവർ ഓൾറെഡി എന്തിൽ തന്നിട്ടുണ്ട്? മീറ്ററിൽ തന്നിട്ടുണ്ട്. എത്രയായിരുന്നു? 0.01 m. ഓക്കെ അല്ലേ? മീറ്റർ ആവില്ലല്ലോ അപ്പോൾ, അതിനാവും. 0.01 അല്ലേ? മറ്റേ 1/2 മീറ്റർ. അപ്പോൾ കുഴപ്പമുണ്ടാവില്ല. 1/2 മീറ്ററിനൊക്കെ ടൈലുണ്ടാവും. mm ആവും. അതെന്തായാലും ആയിക്കോട്ടെ, എന്താണെങ്കിലും നമുക്ക് ഇവിടെ പ്രശ്നമുള്ളതല്ല. ഓക്കെ, യെസ്. ദെൻ അടുത്ത് ഇങ്ങനെയുള്ളതില്ലേ? ഇതാണ് ഏത്? ഇതല്ലേ ലെങ്ത്ത്? എത്ര? 1/2 അല്ലേ? 1/2 ഓർ ഏതാ? 0.50. അപ്പോൾ കുഴപ്പമുണ്ടാവില്ല. ഓക്കെ അല്ലേ? 0.50. ക്ലിയർ. അടുത്തേതാ? ഇങ്ങനെ ഇതാണ് ഏത്? വിഡ്ത്ത് എത്രയാ? 1/4 പറയുമ്പോൾ എത്രയാ? 0.25. ഒന്ന് വരച്ച് വെച്ചൂടെ എന്നാ? അത് ഇത്രേ ഉള്ളൂ. നോട്ടിലല്ലാതെ പിന്നെ ഇവിടെ വരയ്ക്കുക അല്ല. നമുക്കെന്നാ ഞാനത് കംപ്ലീറ്റ് ചെയ്തിട്ടും മതിയല്ലോ അല്ലേ? റിലാക്സ് ചെയ്ത് വരച്ചാൽ പോരെ. അപ്പോൾ ഇതാണ് ഉള്ളത് ക്വസ്റ്റ്യനിലൊരു സാധനം. അത് സെറ്റാണ്. ഓക്കെ, ഇനി ഇതിൻ്റെ മൊത്തം ഇതൊക്കെ കൂടി മൾട്ടിപ്ലൈ ചെയ്താൽ കിട്ടുന്നതാണ് ഇതിൻ്റെ എന്ത്? സ്ക്വയർ മീറ്റർ. ഓക്കെ അല്ലേ? എങ്ങനെ ഒന്ന് കാൽക്കുലേറ്റ് ചെയ്ത് നോക്ക്. 0.50 ഇൻറ്റു അടുത്തതാ 0.25. ഓക്കെ അല്ലേ? അപ്പോൾ എത്ര? രണ്ടും കൂടെ മതി. മറ്റേ പറ്റില്ലല്ലോ. മറ്റേ അതിൻ്റെ ഇതിന് വേണ്ടല്ലോ തിക്നെസ്. എത്ര വരും? 0.125 സ്ക്വയർ മീറ്റർ ആണ് ഒരു സ്റ്റൈലിൻ്റെ എന്ത്? നീളവും പിന്നെ അതും കൂടെ അല്ലേ? അങ്ങനെയല്ലേ നമ്മൾ പറയാം, സ്ക്വയർ മീറ്റർ. അപ്പം ഞാൻ എഴുതി തരാം. ഓക്കെ, അപ്പോൾ അത് കഴിഞ്ഞാൽ മനസ്സിലുണ്ടായിക്കോട്ടെ. 0.125. ഓക്കെ, ഇനി അവിടെ കയറ്റി നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാം. ഇനി ഇതിലുള്ള സാധനമൊക്കെ ഒന്ന് വായിച്ചു നോക്കാം. അപ്പോൾ ഒരു ടൈലിൻ്റെ സൈസ് കിട്ടിയില്ലേ? അടിയിൽ ടൈൽ മാനുഫാക്ചറിങ്ങിൻ്റെ സ്റ്റാൻഡേർഡ് മിക്സ് തന്നിട്ടുണ്ട്. ഏതൊക്കെ മെറ്റീരിയൽ ഉപയോഗിക്കുന്നത്? ABCD. ഓക്കെ അല്ലേ? പല കളർ ഉണ്ടാവില്ലേ അല്ലേ? ഒരു ടൈലിന് പല സാധനങ്ങൾ ഉണ്ടാവില്ലേ? അപ്പോൾ വേണമെങ്കിൽ വിചാരിക്കുക കളറാ, പച്ച, മഞ്ഞ, യെല്ലോ, അങ്ങനല്ലേ? മഞ്ഞ, ബ്ലാക്ക്, വൈറ്റ്, ഇങ്ങനെയുള്ള പല കളറാണ് വിചാരിച്ചാൽ. അതിൻ്റെ ക്വാണ്ടിറ്റി ഉണ്ട് 40, 30, 10, 20. ഇതെന്താന്ന് തന്നിട്ടില്ല. എന്തായാലും നമുക്ക് കിലോഗ്രാമാന്ന് വിചാരിച്ചോളൂ. 40 കിലോഗ്രാം A വേണമെങ്കിൽ ഉണ്ടെങ്കിൽ B എത്ര വേണം? 30 കിലോഗ്രാം. അങ്ങനെ സ്റ്റാൻഡേർഡ് പ്രൈസ് തന്നിട്ടുണ്ട്. അത് എളുപ്പമായി. അപ്പോൾ അതിന് ഇനി പണി വേണ്ട. ക്ലിയർ അല്ലേ? പിന്നെ ഇതിനെ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താലാണ് ഇത് നമുക്ക് ഉണ്ടായിട്ട് കാര്യമൊന്നുമില്ല. ഓക്കെ, നമുക്ക് എത്ര എണ്ണം ഉണ്ടാക്കണമെന്ന് അറിഞ്ഞിട്ട് അതിനനുസരിച്ച് എന്ത് വേണം? സ്റ്റാൻഡേർഡ് ക്വാണ്ടിറ്റി ഇതാണോ? ഈ ക്വാണ്ടിറ്റി ആണോ സ്റ്റാൻഡേർഡ് ക്വാണ്ടിറ്റി? അല്ല, സ്റ്റാൻഡേർഡ് ക്വാണ്ടിറ്റി ആണ്. ഇത് സ്റ്റാൻഡേർഡ് മിക്സ് എന്ന് പറയാം. ഓക്കെ അല്ലേ? എന്തു പറയാം? സ്റ്റാൻഡേർഡ് മിക്സ്. ഇനി അതിൻ്റെ ക്വാണ്ടിറ്റി കാണണം. അപ്പോൾ ഒന്ന് കാണേണ്ടത് സ്റ്റാൻഡേർഡ് ക്വാണ്ടിറ്റി കാണണം. സ്റ്റാൻഡേർഡ് പ്രൈസ് ഈസ് ഗിവൺ. അടുത്തത്, ഈച്ച് മിക്സ് ഷുഡ് പ്രൊഡ്യൂസ് 100 സ്ക്വയർ മീറ്റർ ഓഫ് ഫ്ലോർ. അടിപൊളി. 100 സ്ക്വയർ മീറ്റർ ഫ്ലോർ ടൈൽ എന്ത് കിട്ടും? സ്ക്വയർ മീറ്റർ എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ നേരത്തെ ഓൾറെഡി നിങ്ങൾ എത്ര കണ്ടെത്തിയിട്ടുള്ളത്? 0.125 അല്ലേ? അപ്പോൾ 100 സ്ക്വയർ മീറ്ററിൽ നിന്ന് എത്ര 0.125 മീറ്റർ കിട്ടും നോക്കിയാൽ നമുക്ക് എന്ത് മനസ്സിലാവും? എത്ര ടൈൽ കിട്ടും എന്ന് മനസ്സിലാവും. ഞാൻ കാണിച്ചു തരാം. എൻ്റെ കലാകാരൻ ഇതേ വരുന്നു. ഇതാണെന്ത്? ഇതെന്താ? വലിയ പരന്നൊരു സ്ഥലം. അവിടെ അവരെന്ത് ചെയ്യും? എയും ബിയും
സി ഇടും ഡി ഇടും. കഴിഞ്ഞില്ലേ? ഇത്രയല്ലേ ഉള്ളൂ. ഇത്രയൊക്കെ മിക്സ് ചെയ്തിട്ട് അവരുടെ പരത്തിണ്ട് വെക്കും. വിചാരിക്കുക, പരത്തി വെച്ചാൽ കിട്ടുന്ന വലിയൊരു ടൈലാണ്. ഇത് എത്ര സ്ക്വയർ മീറ്റർ ആണെന്നാ പറഞ്ഞത്? 100 സ്ക്വയർ മീറ്റർ. ഇതിന് നമ്മൾ കട്ട് ചെയ്യും. ഇങ്ങനെ വലിയ 100 സ്ക്വയർ മീറ്ററിൻ്റെ ടൈൽ കൊണ്ടുപോയിട്ട് വെക്കോ? ഇല്ല. ഇതിന് നമ്മൾ എന്ത് ചെയ്യും? കട്ട് ചെയ്യില്ലേ? ഓരോന്ന് കട്ട് ചെയ്യുന്നതാണ് അവർ പറയുന്നത് 0.125 സ്ക്വയർ മീറ്റർ. ഇതാണ് എന്ത്? ഒരു ടൈലിൻ്റെ വലുപ്പം. അങ്ങനെയാണെങ്കിൽ എത്ര ടൈൽ കിട്ടും? 800. കൺഗ്രാജുലേഷൻസ്. ഓക്കെ അല്ലേ? എത്ര ടൈൽ കിട്ടും? 800. കോമൺ സെൻസ് അല്ലേ? കുഴപ്പമില്ലല്ലോ അല്ലേ? അത്രേ ഉള്ളൂ. ഇപ്പോൾ ഇവിടെ ഇത് വേണ്ട, സ്ക്വയർ മീറ്റർ ബുദ്ധിമുട്ടാണ്. മതി, ഇത് മതി. അപ്പോൾ ഇതിൽ നിന്ന് ഇങ്ങനെ കട്ട് ചെയ്തിട്ട് ഇതാ ഒരെണ്ണത്തിൻ്റെ സൈസാണത്, കണ്ടാ? അപ്പോൾ ഇതിൽ നിന്ന് 800 ടൈല് കിട്ടും. ഓക്കെ, യെസ്. ഞാൻ ഒന്നുകൂടെ വേറെ വരച്ചു തരാം വൃത്തിയിൽ കേട്ടോ. ഇതിലും വൃത്തിയിലോ അല്ലേ? ഇനി വേറെ രസമുണ്ട്. ഇതെന്താ? കഴിഞ്ഞില്ല. ഒരു സാധനം വിട്ടില്ല. അതിൻ്റെ തിക്നെസ് തന്നുണ്ട്. കുഴപ്പമില്ലല്ലോ. തിക്നെസ് കട്ടി മുകളിൽ നമ്മൾ പറഞ്ഞ സ്റ്റാൻഡേർഡ് തിക്നെസ് തന്നെ അല്ലേ? തന്നെ. ഓക്കെ. ഇനി ഡ്യൂറിങ് ദ ഏപ്രിൽ ആക്ച്വലി എത്ര യൂണിറ്റ് ഉണ്ടാക്കി? 46,400. നല്ല രസമുള്ള ക്വസ്റ്റ്യനാണ്. എത്ര ടൈൽ ഉണ്ടാക്കി എന്നാ പറഞ്ഞത്? 46,400. ഓക്കെ അല്ലേ? 46,400 ഡിവൈഡ് ബൈ 800 അടിച്ചേ. 50? അടിപൊളി സാധനം. അപ്പോൾ കറക്റ്റ്. ഞാൻ പറയട്ടെ, ഒരു തവണ ഈ 5 റോ മെറ്റീരിയലും കൂടെ എന്ത് ചെയ്യും മക്കളെ? മിക്സ് ചെയ്യും. ഓക്കെ അല്ലേ? ഒരു തവണ മിക്സ് ചെയ്താലാണ് നമുക്ക് എത്ര ടൈല് കിട്ടുക? 800 ടൈല് കിട്ടുക അല്ലേ? ഒരു തവണ മിക്സ് ചെയ്തിട്ട് ഒരു ഷീറ്റ് ഉണ്ടാക്കും. ആ ഷീറ്റിൻ്റെ വലുപ്പം എത്ര സ്ക്വയർ മീറ്റർ ആണെന്നാണ് പറഞ്ഞത്? 100 സ്ക്വയർ മീറ്റർ. 100 സ്ക്വയർ മീറ്റർ നമുക്ക് എത്ര ടൈല് കട്ട് ചെയ്തെടുക്കാം? 800 ടൈല്. അത് ഓരോക്കെ അല്ലേ? അങ്ങനെയാണെങ്കിൽ 46 ടൈല് കിട്ടണമെങ്കിൽ എത്ര ഇതുപോലത്തെ സാധനം ഉണ്ടാക്കണം? എങ്ങനെ കാണാം? 46,800 ഡിവൈഡ് 46,400 ഡിവൈഡഡ് ബൈ എത്രയാണ്? 800. അപ്പോൾ എത്ര കിട്ടും? 58. അപ്പം ഇനി ഒന്നുകൂടി പറയട്ടെ, ഇതുപോലത്തെ എത്ര ഷീറ്റ് ഉണ്ടാക്കണം മക്കളെ? 58 തവണ മിക്സ് ചെയ്യണം. ഓക്കെ അല്ലേ? ഒരു മിക്സിങ്ങിൽ എത്ര ടൈല് വരും? 800 ടൈല് വരും. അങ്ങനെ 58 × 800 എത്ര? 46. 58 തവണ മിക്സ് ചെയ്യണം. ക്ലിയർ? ഒരു മിക്സിങ്ങിന് വരുന്ന ക്വാണ്ടിറ്റി ഓഫ് എ ആണ് എത്ര? 40. ഓക്കെ അല്ലേ? ഒരു മിക്സിങ്ങിന് ഇതാ സ്റ്റാൻഡേർഡ് മിക്സ്. ഓക്കെ അല്ലേ? ഓക്കെ, വിച്ച് മീൻസ് ഏതാ? 1 മിക്സ്. അപ്പോൾ എത്ര മെറ്റീരിയൽ വേണ്ടി വരും? എ. ഒരു മിക്സിങ്ങിൽ 40 കിലോഗ്രാം വേണമെന്ന് വിചാരിച്ചാൽ 58 തവണ മിക്സ് ചെയ്യുമ്പോൾ എത്ര കിലോഗ്രാം വേണം മക്കളെ? 58 × 40 എത്ര? 2000. കറക്റ്റാ, 2320. ഓക്കെ അല്ലേ? അപ്പോൾ എന്ത് കിട്ടി? സ്റ്റാൻഡേർഡ് ക്വാണ്ടിറ്റി കിട്ടി. ഇനി ബി എത്ര വേണമെന്ന് എങ്ങനെ ഞാൻ പറയണം? 58 × 30. സി എത്ര വേണം? 10 × 58. അങ്ങനെ 58 കൊണ്ട് എന്ത് ചെയ്താൽ മതി? മൾട്ടിപ്ലൈ ചെയ്താൽ മതി. നമുക്ക് നോട്ടായിട്ട് എഴുതാത് ഡീറ്റെയിൽ ആയിട്ട്, അപ്പോഴൊക്കെ കിട്ടുള്ളൂ. കറക്റ്റ്. ഇനി വേറെ ഒന്നുമില്ല. ഇനിയിപ്പോൾ ഇതാ ആക്ച്വൽ ക്വാണ്ടിറ്റി ആയി, സ്റ്റാൻഡേർഡ് ക്വാണ്ടിറ്റി ആയി. ആക്ച്വൽ ക്വാണ്ടിറ്റി തന്നിട്ടുണ്ട് ഇതാ അല്ലേ? ആക്ച്വൽ പ്രൈസ് തന്നിട്ടുണ്ട്. ഇനി അത് ഒരു സാധനം കൂടി വേണം. ഏതാ? റിവൈസ്ഡ് ആക്ച്വൽ ക്വാണ്ടിറ്റി. എന്താ പ്രശ്നം? ആക്ച്വൽ ക്വാണ്ടിറ്റി ഉണ്ട് ടോട്ടൽ ചെയ്യാം. എന്നിട്ട് ഏത് മിക്സിയിൽ എടുത്താൽ മതി? സ്റ്റാൻഡേർഡ് മിക്സിയിൽ എടുത്താൽ പരിപാടി കഴിയും. ഓക്കെ അല്ലേ? ഇത് ക്വസ്റ്റ്യൻ ജസ്റ്റ് ഡിസ്കസ് ചെയ്താണ്, ബോധറാവണ്ട, ഞാൻ ചെയ്തുതരാം. ക്ലിയർ? ഓക്കെ, യെസ്. അപ്പോൾ ആൻസറിലേക്ക് പോവാണ്, ശ്രദ്ധിച്ചിരിക്കുക. ക്വസ്റ്റ്യൻ ഇല്ലേ എല്ലാവരും? ഇല്ലേ? ഫോക്കസ്ഡ് അല്ലേ? ഡീപ്പ് ഏതാ? ഓക്കെ അല്ലേ? ശ്രദ്ധിക്കണം. എൻ്റെ അടുത്ത് ക്വസ്റ്റ്യൻ ഉണ്ട്, എന്നാലും ഞാൻ എന്ത് ചെയ്യും? നിങ്ങളുടെ അടുത്ത് ചോദിക്കും. ഓക്കെ അല്ലേ? യാ, ഡി പി ഏതാ? നിങ്ങളുടെ ശ്രദ്ധ കിട്ടാൻ വേണ്ടിയിട്ടാണ് ചെയ്യുന്നത്. DP 5 അല്ലേ? ഇറ്റ്സ് വെരി നൈസ് ക്വസ്റ്റ്യൻ. ഇത് ഞാൻ എന്ത് ചെയ്യില്ല, നിങ്ങൾക്ക് ചെയ്യാൻ സമയം തരില്ല, ഇത് യൂട്യൂബിലിടാം. ഓക്കെ, റിലാക്സ് ചെയ്തിട്ട് ഞാൻ ഈ പറഞ്ഞ എക്സാമ്പിളുകളൊക്കെ എന്ത് ചെയ്യുക, അങ്ങനെ എഴുതി വെക്കുക, ഷീറ്റിൻ്റെയും കാര്യമൊക്കെ. ഓക്കെ, എന്തായാലും ഞാനിപ്പോൾ എങ്ങനെ പ്രസൻറ്റ് ചെയ്യുന്നത് ഇപ്പോൾ കാണിച്ചു തരാം. ക്ലിയർ? അപ്പോൾ നമുക്ക് ആദ്യം മുതലേ തുടങ്ങാം. ഫസ്റ്റ് എന്താ ക്വസ്റ്റ്യൻ പറയുന്നത്? സ്റ്റാൻഡേർഡ് ടൈലിൻ്റെ സൈസ് എഴുതി വെക്കാം. എഴുതി വെക്കട്ടെ. ഓക്കെ, സൈസ്
ഓഫ് എ ടൈൽ എങ്ങനെ എഴുതി വെക്കുന്നുണ്ട്? അതിലുള്ള പോലെ പറയും 1/2m ഇൻറ്റു 1/4m ഇൻറ്റു 0.01m. ഇതിലെ 1/2 എന്ന് പറഞ്ഞാൽ എന്താ? ഇതെന്താ ഉദ്ദേശിച്ചത്? ലെങ്ത്താണ്. ഇതേതാ? വിഡ്ത്താണ്. ഇതേതാ? സൈസ് അല്ലെങ്കിൽ തിക്നെസ് ആണ്. ഓക്കെ അല്ലേ? യെസ്, അത് സെറ്റായി. ഓക്കെ അല്ലേ? അങ്ങനെയാണെങ്കിൽ ഇത് നമ്പർ 1 ആട്ടോ. നമ്പർ 2, സൈസ് ഓഫ് എ ടൈൽ ഇൻ സ്ക്വയർ മീറ്ററിൽ നേരത്തെ നിങ്ങൾ കണ്ടെത്തിയിട്ടുണ്ടായിരുന്നു അല്ലേ? സൈസ് ഓഫ് എ ടൈൽ അല്ലെങ്കിൽ 1 ടൈൽ എന്താ എഴുതേണ്ടി? 1 ടൈലിന് എഴുതാം. ഓക്കെ അല്ലേ? മറ്റേ ശ്രദ്ധിക്കില്ല ചിലപ്പോൾ. ഏതാണ്? സ്ക്വയർ മീറ്ററിൽ പറഞ്ഞാൽ എങ്ങനെ പറയേണ്ടത്? ഇതൊക്കെ 1/2 ഇൻറ്റു 1/4 ആണ് അല്ലേ? അങ്ങനെ ചെയ്യാനായിട്ട് നല്ല 0.50 ഇൻറ്റു ഏതാണ്? 0.25 ഈക്വൽ ടു 0.125 അല്ലേ? സ്ക്വയർ മീറ്റർ. ഓക്കെ അല്ലേ? അപ്പോൾ രണ്ടാമത്തെ പോയിൻ്റായി. മൂന്നാമത്തെ പോയിൻ്റ് നമുക്ക് ഇനി ഹിൻഡ് വരുന്നത് എന്താണ്? അവർ പറഞ്ഞ എന്താണ്? ഈച്ച് മിക്സ് ഷുഡ് പ്രൊഡ്യൂസ് 100 സ്ക്വയർ മീറ്റർ ഓഫ് ഫ്ലോർ ടൈൽ. ഓക്കെ അല്ലേ? നോക്ക്, മിക്സ് ഔട്ട്പുട്ട് പൊളിക്കും. ഒരു കോമ്പിനേഷൻ തരാം. ഒരു മിക്സ് ചെയ്യാണ്. മിക്സ് ചെയ്യുക പറയുമ്പോൾ എന്തൊക്കെ മിക്സ് ചെയ്യുക? എയും ബിയും സിയും ഡിയും ഒക്കെ കൂടിയിട്ട് എന്ത് ചെയ്യുക? മിക്സ് ചെയ്യുക. അപ്പോൾ ഒരു മിക്സിൽ എത്ര കിലോഗ്രാം എ ഉണ്ട്? 50. അത് എഴുതിയില്ല. 50 പിന്നെ എത്ര? 50 അല്ല 40, 30, 10, 20. ഒരു മിക്സിൽ അത്രയും എന്തുണ്ട്? മെറ്റീരിയൽ ഉണ്ട്. ചിലപ്പോൾ സിമെൻറ്റും ക്ലേയും ഒക്കെ കൂടി മിക്സ് ചെയ്തിട്ടാവും പറയാം. എംസാൻഡും ഒക്കെ കൂടിയിട്ട് എന്തെങ്കിലുള്ളതെന്ന് വിചാരിക്കാം. അപ്പോൾ നമുക്ക് എത്ര ഔട്ട്പുട്ടാണ് കിട്ടുക? ഓക്കെ അല്ലേ? നമ്മളിതാ ആ പിക്ചർ ഒന്നുകൂടെ വരയ്ക്കുകയാണ്. ഒരു തവണ ചെയ്താൽ അവരിങ്ങനെ പറഞ്ഞുള്ളത് ഈച്ച് മിക്സ് ഷുഡ് പ്രൊഡ്യൂസ് 100 സ്ക്വയർ മീറ്റർ. ഓക്കെ അല്ലേ? എത്രയാണ്? 100 സ്ക്വയർ മീറ്റർ, വിച്ച് മീൻസ് ഫ്രം 1 മിക്സ് വി വിൽ ഗെറ്റ് എത്രയാ? 800 ടൈൽ. എങ്ങനെ കിട്ടിയതെന്ന് വെച്ചാൽ എത്ര? 100 സ്ക്വയർ മീറ്റർ അല്ലേ? ഡിവൈഡഡ് ബൈ 0.125 സ്ക്വയർ മീറ്റർ അല്ലേ? അങ്ങനെ കിട്ടിയതാണ് എത്ര? 800. അപ്പം നമുക്കിതാ ഇതിൻ്റെ മുകളിലത്തെ സാധനം തന്നെ കേട്ടോ. ഞാൻ ഇത് വിട്ട് കളയരുത്. ഈ മിക്സും ഔട്ട്പുട്ടും റേഷ്യോ തന്നെയാണ്. അപ്പോൾ ഇങ്ങനെ എഴുതാണ്, ഒരു മിക്സിൽ 800 ടൈൽ. സെറ്റല്ലേ? ഒരു മിക്സ് ഇട്ടാൽ 800. ഇനി ഇവിടെ എത്രയാണ് ആക്ച്വൽ ഔട്ട്പുട്ട് ഉള്ളത്? ആക്ച്വൽ ഔട്ട്പുട്ട് ഉള്ളത് എത്രയാണ്? 46,800. 400. യെസ്. അതിന് എത്ര മിക്സ് വേണമെന്ന് എങ്ങനെ മനസ്സിലാക്കുക? 46,400 ഡിവൈഡഡ് ബൈ 800 അല്ലേ? എത്ര മിക്സാ? 58 മിക്സ്. മുകളിൽ മിക്സ് ഉണ്ട് കേട്ടോ. സെറ്റല്ലേ സാധനം? ഓക്കെ അല്ലേ? ഇനി ബാക്കിയൊക്കെ എന്താണ്? ബ്ലാ 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 ബ്ലാ. ഈസിയാണ്. ഓക്കെ, നമുക്കൊരു പണി. എന്തൊക്കെ വർക്കിനോട്ട്? 3 അല്ല 4ാമത്തെ വർക്കിനോട്ട് സെറ്റ് ചെയ്യാം. ഏതൊക്കെ കാണണം? സ്റ്റാൻഡേർഡ് ക്വാണ്ടിറ്റി കാണണം. എയുടെ, ബിയുടെ, സിയുടെ, ഡിയുടെ. എങ്ങനെ കാണാം? 58 58 58 58 അല്ലേ? ഇൻറ്റു 40 പറയും. ഇൻറ്റു അടുത്ത് പറയും 30 ഇൻറ്റു 10 ഇൻറ്റു 20. മൾട്ടിപ്പിൾ ഇത് വേഗം പറഞ്ഞോണ്ടോ മുത്തുമണികളെ, വേഗം പറഞ്ഞോണ്ടോ. 2320 പിന്നെ 1740 അടുത്ത് 580. സിമ്പിളാണല്ലോ. 20 58 ആട്ടാ 60. സെറ്റ്. സ്റ്റാൻഡേർഡ് ക്വാണ്ടിറ്റി കണ്ടില്ലേ? ഇനി അടുത്ത് ഏതാ കണ്ട്? 5ാമത്തെ. സ്റ്റാൻഡേർഡ് ക്വാണ്ടിറ്റി അറിയാം, ആക്ച്വൽ ക്വാണ്ടിറ്റി അറിയാം, സ്റ്റാൻഡേർഡ് പ്രൈസ് അറിയാം, ആക്ച്വൽ പ്രൈസ് അറിയാം. ഇനി വേണ്ടത് ഏതാ? റിവൈസ്ഡ് ആക്ച്വൽ ക്വാണ്ടിറ്റി. അപ്പോൾ ആക്ച്വൽ ക്വാണ്ടിറ്റി A + B + C + D എത്രയാണ്? പ്ലസ് സി 2200 പ്ലസ് 2000 അല്ലേ? ആക്ച്വലി അല്ലേ മക്കളെ? റിവൈസ്ഡ് ആക്ച്വൽ ക്വാണ്ടിറ്റി പറഞ്ഞാൽ എന്താ? ആക്ച്വൽ ക്വാണ്ടിറ്റി ഏതാണ്? സ്റ്റാൻഡേർഡ് മിക്സ് അല്ലേ? അപ്പോൾ 2000 + 500 + 1400 ടോട്ടൽ പറഞ്ഞോണ്ടാ 6100. ഓക്കെ അല്ലേ?
ഇതിന് നമ്മൾ എക്ക് ബിക്ക് അങ്ങനെ എന്ത് ചെയ്യാം, 3 അല്ലേ എ ബി സി ഡി. അപ്പോൾ നമുക്ക് പേഴ്സൻറ്റേജ് ഒന്നും പറഞ്ഞില്ല. അപ്പം നമ്മൾ എന്തായിട്ട് അസ്യൂം ചെയ്തോ, ഇതൊക്കെ പേഴ്സൻറ്റേജ് ആണെന്നുണ്ട് അസ്യൂം ചെയ്തോ, കുഴപ്പമില്ലല്ലോ അല്ലേ? പ്രശ്നമുണ്ടാ? പേഴ്സൻറ്റേജ് അസ്യൂം ചെയ്യില്ലേ? 40%, 30%, 10%, 20%. ഒന്ന് പറഞ്ഞാട്ടെ, മൾട്ടിപ്ലൈ ചെയ്തിട്ട് എത്ര വരും? 2400. കറക്റ്റാണ്. 2000 നമ്മൾ ചെയ്ത പോലെ തന്നെ മെറ്റീരിയലല്ലോ. ഗ്രേറ്റ്. മെറ്റീരിയലുള്ള പോലെയാണ് നമ്മുടെ എന്ന് പറയണ്ട. 1830 അടുത്ത് മക്കളെ. ഇതിനൊക്കെ ഇനി പിന്നെ എടുത്തിട്ട് മൾട്ടിപ്ലൈ ആണ്. പോത്തിങ്ങളെ അല്ലല്ലോ, അങ്ങനെ ചെയ്യുന്നവരാണ് പോത്ത് കേട്ടോ. 610 ഡിവൈഡഡ് ബൈ 10 × 20, 1220 ആയില്ല. ഇനി എന്താ പ്രശ്നം നിങ്ങളുടെ? സ്റ്റെപ്പ് 1 ചെയ്യണ്ടേ? സ്റ്റെപ്പ് 1 വേഗം പറയൂ. സ്റ്റെപ്പ് 1 ഏതാ? കമ്പ്യൂട്ടേഷൻ ടേബിൾ. ഓക്കെ അല്ലേ? സ്പീഡാക്കല്ലേ? റെഡി അല്ലേ എല്ലാവരും? 1 2 3 4 വേഗം പറയും. സ്റ്റാൻഡേർഡ് ക്വാണ്ടിറ്റി ഇൻറ്റു സ്റ്റാൻഡേർഡ് പ്രൈസ്, ആക്ച്വൽ ക്വാണ്ടിറ്റി ഇൻറ്റു ആക്ച്വൽ പ്രൈസ്, ആക്ച്വൽ ക്വാണ്ടിറ്റി ഇൻറ്റു സ്റ്റാൻഡേർഡ് പ്രൈസ്, റിവൈസ്ഡ് ആക്ച്വൽ ക്വാണ്ടിറ്റി ഇൻറ്റു സ്റ്റാൻഡേർഡ് പ്രൈസ്. നോക്കി പറയൂ. എയുടെ സ്റ്റാൻഡേർഡ് ക്വാണ്ടിറ്റി 2320, ബിയുടെ സ്റ്റാൻഡേർഡ് ക്വാണ്ടിറ്റി 1740, സിയുടെ 580, ഡിയുടെ ഗ്രേറ്റ് ബ്രില്യൻറ്റ് ഇൻറ്റു സ്റ്റാൻഡേർഡ് പ്രൈസ്. നോക്കി പറയും ക്വസ്റ്റ്യനിൽ എത്ര? 1.5 ഇൻറ്റു 1.2 ഇൻറ്റു 1.4.5. ഓക്കെ. ദെൻ ആക്ച്വൽ ക്വാണ്ടിറ്റി ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട്. പറയൂ. ഇവിടെ എഴുതിയിട്ടുണ്ട് നമ്മളല്ലേ? 2200, 2000, 500, 1400 ഇൻറ്റു എത്ര? റേറ്റ് പറയും. 1.6, 1.1. ഓക്കെ, ക്ലിയർ. ദെൻ ഏതാ ആക്ച്വൽ ക്വാണ്ടിറ്റി? അഗെയിൻ 2200. ഇങ്ങനെ ബ്രാക്കറ്റ് ഇട്ടാൽ മതി, കൺഫ്യൂഷൻ വരാതിരിക്കാൻ. ബ്രാക്കറ്റ് കൊടുക്കാം. 2200 ഇൻറ്റു ആക്ച്വൽ പ്രൈസ് അല്ല, സ്റ്റാൻഡേർഡ് പ്രൈസ് 1.5. ദെൻ അടുത്തത് 2000 ഇൻറ്റു 1.2. അടുത്തത് 500 ഇൻറ്റു 1.4. അടുത്തത് ഇൻറ്റു 0.50. ഓക്കെ. റിവൈസ്ഡ് ആക്ച്വൽ ക്വാണ്ടിറ്റി എന്ന് പറഞ്ഞാൽ ഓൾറെഡി കണ്ടെത്തിയിട്ടില്ലേ? 2440 ഇൻറ്റു 1.5. ദെൻ അടുത്തത് 1830 പോരാ ഇൻറ്റു 1.2. ദെൻ 610 ഇൻറ്റു സോറി അടുത്തതാണ് 1220 ഇൻറ്റു 0.50. ഓക്കെ. അങ്ങനെ നിങ്ങൾ മൾട്ടിപ്ലൈ ചെയ്തിട്ട് ഇവിടുത്തെ ആൻസർ ഞാൻ എഴുതി വെക്കുന്നുണ്ട്, പിന്നെ നിങ്ങൾക്ക് സമയം തരാം. ഓക്കെ. 6960 ആണ് ഇതിലുള്ളത്. 71 നമ്മുടെ സ്റ്റഡി മെറ്റീരിയലിലെ എവിടെ ഉള്ള ക്വസ്റ്റ്യൻ ആണ്. സ്റ്റഡി മെറ്റീരിയൽ ഉണ്ട്. ഓക്കെ അല്ലേ? യെസ്, പണ്ടേ ഉള്ള സാധനമാണ്. 7320. ക്ലിയർ. ദെൻ അടുത്ത ഏതാ സ്റ്റെപ്പ്? ഏതാ? 2 കൂടെ ഉണ്ട് ചെയ്യാം അല്ലേ? ഇത് വെച്ചിട്ട് ചെയ്യാം. പറഞ്ഞേ. 1 മിനിറ്റ് ചായ മാറ്റട്ടെ. ഏതാ? വേരിയൻസ് കാൽക്കുലേഷൻ. പറയും. മെറ്റീരിയൽ കോസ്റ്റ് വാരിയൻസ്, മെറ്റീരിയൽ പ്രൈസ് വാരിയൻസ്, മെറ്റീരിയൽ യൂസേജ് വാരിയൻസ്, മെറ്റീരിയൽ മിക്സ് വാരിയൻസ്, മെറ്റീരിയൽ ഈൽഡ് വാരിയൻസ്. 1 - 2, 1 - 3, 1 - 4, 4 - 3, 3 - 2. ഓക്കെ അല്ലേ? അത് നിങ്ങൾ ചെയ്തു തരണം. ഇതാണ് 1 2 3 4 കേട്ടോ. 1 2 3 4. വേഗം പറയും. 1 - 3 വരും. $210 എന്താണ്? അഡ്വേഴ്സ്. ഓക്കെ. അടുത്ത് 3 - 2.
70 എന്താണ്, അഡ്വേഴ്സാണ്. അപ്പോൾ ഒരു സംശയം ചെയ്ത് 140 എന്തായിരിക്കും, അഡ്വേഴ്സ് ആയിരിക്കും. നോക്കൂ, 1 - 3 ആണ്. ഇതിനടുത്ത് 4 - 3. ഉം 220 എന്താ, ഫേവറബിൾ. അപ്പോൾ ഇത് അടുത്ത ഏതാ, അഡ്വേഴ്സാണ്. എത്ര അഡ്വേഴ്സാവും, 300. ക്ലിയർ അല്ലേ? കൺസെപ്റ്റ് പറയാനുള്ളതൊക്കെ പറഞ്ഞു. ദാറ്റ്സ് ഓൾ.